കടലാമ്മയാട്ടോ. ഞാനീ നടക്കാൻ ഇറങ്ങിയത് രാവിലെ 6:30 സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ്. കടലാമ്മ ഉണ്ടോ ഇവിടെ ഈസ്റ്റേൺ സിറ്റിയിലെ പാലത്തിലാണ്. വലിയ കടലാമ്മയാണ്. പുറത്ത് വന്നിട്ട് ഇങ്ങനെ പുറത്തിപ്പോൾ വരുവേ. യെസ് കം ഓൺ ഡ്രാ മഹേഷ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നീന്തി കളിക്കുക. അവൻ ഇങ്ങനെ പൊന്തിയപ്പോഴാണ് ഞാനിവൻ ആദ്യം കണ്ടത്. ലക്ഷദ്വീപിൽ വന്നിട്ടില്ല. ഫസ്റ്റ് മോർണിംഗ് ആണ്. ഇന്നലെ 11 ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾ എത്തിയപ്പോൾ. ഞങ്ങൾ 8 പേര്, നമ്മുടെ ടീം 8 ഞാൻ ഉൾപ്പെടെ 9 പേര് നമ്മളിവിടെ എത്തി. ബച്പനും ഫാമിലിയും കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്നലെ വന്നത്. ഇന്നാണ് സിലി ചേച്ചിയും അവരുടെ ഫ്രണ്ട്സും വരുന്നത്. 15 മെമ്പേഴ്സ്. എല്ലാവരും കൂടെ 25 പേരുണ്ട്. അവരുടെ പെർമിറ്റ് ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. എനിക്ക് ടെൻഷനായിരുന്നു. എനിക്ക് അതേപോലെ വീഡിയോ ഞാൻ ഇന്നലെ വീഡിയോ എടുത്ത പോലെ എൻ്റെ ടെൻഷൻ കൊണ്ടാണ്. ഞാൻ എപ്പോഴെങ്കിലും ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് നല്ല ടെൻഷൻ ഉള്ളതാണ്. പിന്നെ അങ്ങനെ ബാക്കി കുഴപ്പമൊന്നുമില്ല. ലക്ഷദ്വീപിലാണ് വന്നത്. ഞാൻ പിന്നെ വെറുതെ സർപ്രൈസ് എന്നൊക്കെ ഒരു ഇതൊക്കെ വന്നത്. ഇപ്പോഴത്തെ വന്ന സ്ഥലമല്ലേ, അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. അതെല്ലാം അവർ കയറി. അവരെ പെർമിറ്റ് രാത്രി കിട്ടുന്ന വരെ തീയായിരുന്നു നെഞ്ചിൽ. വെറുതെ ഒരു ടെൻഷൻ അടിക്കാതെ ജോബിൽ പുറത്താണല്ലോ. ട്രാവൽ ഇൻഡസ്ട്രി കാണാൻ നല്ല രസമാണെങ്കിലും ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണോ. ഇത് എൻജോയ് ചെയ്യുന്നവർക്കും ഒക്കെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് രാവിലെ ഇപ്പോൾ ഇത്രയും സമയം 6:45. ബച്പൻ ഓൾറെഡി ഇങ്ങോട്ട് നടക്കാൻ വന്നിട്ടുണ്ട്. ബച്പൻ എൻ്റെ ഫ്രണ്ട് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ടാണ് ബച്പൻ. എൻ്റെ ഫേവറേറ്റിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ. ഒരു 10-12 പേരുള്ള അവർക്കാണ് ഞാൻ യാത്ര പോവുകയോ തിരിച്ചെത്തിയോ സാഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരാളാണ് ബച്പൻ. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. പിന്നെ അപ്പോൾ ബച്പൻ്റെ ഫാമിലി, ബച്പന് അഗസ്ത്യാർകൂടം. ഞാൻ 2021 കൊറോണ സമയത്താണ് ഞങ്ങൾ അഗസ്ത്യകൂടം പോകുന്നത്. അപ്പോൾ അഗസ്ത്യകൂടം പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പാസ് കിട്ടുന്നു പെട്ടെന്ന്. കുറേ കാലം കാത്തിരുന്നിട്ട് പെട്ടെന്ന് പാസ് കിട്ടുന്നു. പാസ് 10 പേർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ 8 പേര് സെറ്റായി. 2 പേരും കൂടി വേണം. അപ്പോൾ ഫേസ്ബുക്കിലിട്ടും ഇങ്ങനെ അഗസ്ത്യകൂടത്തിന് പോകാൻ വേണ്ടിയിട്ട് ജനുവരി 26 അന്ന് ഞാൻ വുമൺ സ്റ്റഡീസ് പഠിക്കുന്ന സമയം 25-ന് എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ടാണ് പോണത്. എക്സാം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നേരെ പോവുക തിരുവനന്തപുരത്ത്. അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ 2 ഫ്രണ്ട്സ് ഇങ്ങനെ ആരോ റെഫർ ചെയ്തിട്ട്, നജീബൊക്കെ റെഫർ ചെയ്തിട്ട് 2 പേര് പുതിയ ചെക്കന്മാർ ജോയിനായി. അതാണ് ബച്പനും ജ്യോതിസും. പക്ഷേ ആ യാത്രയിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന 10 പേരിൽ ഒരാൾക്ക് കൊറോണ കാരണം വരാൻ പറ്റിയില്ല. കൊറോണ സമയമായിരുന്നു. കൊറോണൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. കൊറോണൻ്റെ പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ കൊറോണ സർട്ടിഫിക്കറ്റ് എടുത്തപ്പോൾ പുള്ളി പോസിറ്റീവായി. പ്രവീൺ പോണിന് വരാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ബാക്കി എല്ലാവരും പോയി. ആ ടീം എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സപ്പോർട്ടീവ് ടീമായിരുന്നു. ലൈഫിൽ ഒരിക്കലും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇനി. അപ്പോൾ അതിൽ ഒരാളാണ് ബച്പൻ ഘോഷ്, പൊന്നാനിയിൽ നിന്ന്. ബച്പൻ വഴി കുറേ ഫ്രണ്ട്സ് പറയുടെ കൂടെ ട്രിപ്പ് വന്നിട്ടുണ്ട്. ബച്പൻ്റെ ഫാമിലി, ബച്പനും ഫാമിലിയും അച്ഛനും അമ്മയും അനിയത്തിയും ഹസ്ബൻഡും കുഞ്ഞും അങ്ങനെയാണ് വന്നിട്ടുള്ളത് അവർ. അങ്ങനെ ബച്പനിവിടെ നടക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്, കാണിക്കാം. ഇത് ഇന്നലെ വന്ന ഉരുവാണ്. ഇന്നലെ പിന്നെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു ബാർജ് ഉണ്ടായിരുന്നു, അത് പോയി തോന്നുന്നു. 2-3 കുഞ്ഞു കുഞ്ഞു കപ്പലുകൾ, അല്ല ഈ ഉരുവുകൾ വന്നിട്ടുണ്ട്. 2 ഉരുവുകളുണ്ട് ഇവിടെ. സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. യെസ്, ബച്പനും അമ്മ വന്നിട്ടുണ്ടല്ലോ നടക്കാൻ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇനി പുതിയ വിശേഷമൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായാലും ടെൻഷനൊക്കെ മാറി എല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന സണ്ണിങ്ങനെ മെല്ലെ വന്നു കേട്ടോ. ഇവിടെ നല്ല മൂടലുണ്ട് കണ്ടോ, കാർമേഘം ഉണ്ട് മൊത്തത്തിൽ ആകാശത്ത്. മേഘം ഉണ്ടല്ലേ, അത് മഴ പെയ്യാനുള്ള. ബച്പൻ ഹാപ്പി. മേഘങ്ങളുണ്ട്. ഇതാ തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട്. അങ്ങനെ താഴ്ത്തുനിന്ന് വരുന്ന മാതിരിയൊന്നുമില്ല, ഒക്കെ കുറച്ച് ഉയരത്തുനിന്ന് തന്നെ വരുന്നുള്ളൂ. ഇതാ പക്ഷേ ഇതാ നമുക്ക് നല്ല റെഡായിട്ട് കിട്ടുന്നുണ്ട്.
അടിപൊളിയായി. മോർണിംഗ് വാക്ക് വന്ന മുതലായി വന്നല്ലോ സൂര്യേട്ടൻ. ആ ആ അതെ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തിരിയുന്നുണ്ട് അല്ലേ. കണ്ടോ അത് കോലാൻ, കണ്ടോ ആ പൊണ്ണ മീനാണ് കോലാൻ എന്ന് പറയുന്ന ഒരു തരം ഫിഷാണ്. നമ്മളൊരു ബ്യൂട്ടിഫുൾ സൺറൈസ് കണ്ട് ഇനി നമ്മൾ മടങ്ങി പോവാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടർട്ടിലില്ലേ, അതിനെ ബച്പൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ ടർട്ടിൽ അവനാണോന്ന് അറിയില്ല, അവനെ തോന്നുന്നു ഇര പിടിക്കുകയാണ് ഇവിടെ. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഫേസിലൊക്കെ ഡിസൈൻ കണ്ടാൽ അടിപൊളിയാണ്. മുകളിൽ വാടാ കുഞ്ഞാ, വാടാ വാടാ. നേരത്തെ അവനിങ്ങനെ പുറത്ത് വന്നിട്ട് ശ്വാസം എടുത്തു. ബച്പൻ ഹാപ്പി. ബച്പൻ്റെ 360 ക്യാമറ തോട്ടിയൊക്കെ ആയിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. കണ്ടോ സൺറൈസ്, ബ്യൂട്ടിഫുൾ സൺറൈസ്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ടെൻഷനൊക്കെ കുറേ ഇങ്ങനെ മാറി, എൻ്റെ മുഖം ക്ലിയർ ആയത്. കാരണം പെർമിറ്റ് ഇപ്പോൾ തലേ ദിവസമാണ്, അതായത് ഇന്ന് രാവിലെ 7 മണിക്ക് വരേണ്ടവരുടെ പെർമിറ്റ് ഇന്നലെ രാത്രി 8 മണിക്കാണ് റിലീസായത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മൾ ഫ്ലൈറ്റും സ്റ്റേയും, ഞാനിവിടെ വന്നു അവരെ നോക്കാൻ വേണ്ടി. ലാസ്റ്റ് അവർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവസ്ഥ ഉണ്ടല്ലോ. ദാറ്റ് ഈസ് എ റിയൽ ടെൻഷൻ ബിഹൈൻഡ് ദിസ് ജോബ്. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ റെഡിയായി. ഇതിപ്പോൾ 11:30 ആകുമ്പോഴേക്കും അവരെത്തും. പിന്നെ ഞങ്ങൾ ഫുൾ ഫ്ലഡ്സിൽ ഞങ്ങളുടെ സൈറ്റ് സീയിങ്, ബംഗാരം, പിന്നക്കര, കൽപ്പുട്ടി ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഡ്രോണ് പറത്താ, ദ്വീപിലൊക്കെ പറത്താ. നമുക്ക് കാശ്മീർ മാത്രമാണ് ഡ്രോണിന് റെസ്ട്രിക്ഷൻസ് ഉള്ളത്. ഇവിടെ ഒരു ബോട്ടിൻ്റെ നിർമ്മാണമാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇവർ നീറ്റ് വെക്കാന്ന് പറഞ്ഞ് ഇന്നലെ അവിടെ കത്തിക്കുന്ന കണ്ടില്ലേ, അത് ഇതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ ടീം അവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് കാണാം. അങ്ങനെ അഗത്തി ദ്വീപിലെ DYFI ഓഫീസിലും നമ്മൾ സന്ദർശനം നടത്തി. എം സ്വരാജാണ് ഇതിൻ്റെ ഉദ്ഘാടനം. നമ്മളുടെ പ്രസ്ഥാനം നമ്മൾ വേറെ സ്ഥലത്ത് വന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ലക്ഷദ്വീപിലുള്ള ഏറ്റവും വലിയ മരമാണിത്. ഈ മരത്തിന് പ്രത്യേകത എന്താ അറിയോ? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ മരമാണ്.